അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു രംഗമാണ്. അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു രംഗമാണ് പറയാൻ പോകുന്നത്. യെസ്, Ranjini is here and she asks about the train. Ma'am, when is the train comes at the station, at this station? സോ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ക്ലർക്കിനോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് ഈ വണ്ടി എത്തുക? ഒരുപാട് വണ്ടി എത്തുന്നുണ്ടാവും, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളെ വണ്ടിയാണ്. പക്ഷേ ക്ലർക്ക് സ്വാഭാവികം. ദെൻ ക്ലർക്ക് സേസ് വിച്ച് ട്രെയിൻ? ഏത് ട്രെയിനാണ്? ഒരുപാട് ട്രെയിൻ കടന്നു പോകുന്നതാണ്. ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രെയിൻ കടന്നു പോകുന്നതാണ്. പക്ഷേ നമ്മുടെ രഞ്ജിനിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ട്രെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ട്രെയിൻ എപ്പോഴും എത്തുക എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ട്രെയിൻ എപ്പോഴും, വിച്ച് ട്രെയിൻ എന്നാണ് ചോദ്യം. ദെൻ രഞ്ജിനി സേസ് the train to Kottayam. The train to Kottayam. കോട്ടയത്തേക്കുള്ള ട്രെയിൻ എപ്പോഴാണ്? ദെൻ ക്ലർക്ക്, ഓ, 2 trains the other. രണ്ട് ട്രെയിനുണ്ട് ടു കോട്ടയം. കോട്ടയത്തേക്ക് 2 ട്രെയിനുണ്ട് ഇപ്പോൾ. അപ്പോൾ വിച്ച് വൺ യു വാണ്ട്? ദ മീൻസ് ദെൻ രഞ്ജിനി വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വൺ? വിച്ച് ഈസ് ദ ഏറ്റവും സ്പീഡുള്ള വണ്ടി ഏതാണ് ചോദ്യം. ദെൻ ക്ലർക്ക്, ഓൾ ആർ സെയിം. എല്ലാം കണക്കാണ്, അതായത് എല്ലാം ഒരേ സ്പീഡാണെന്നാണ്. സോ മോറോവർ നിർമ്മല എക്സ്പ്രസ് reaches here firstly. ആദ്യം വരുന്നത് നിർമ്മല എക്സ്പ്രസ് ആണ്. യെസ്, രഞ്ജിനി സേസ് ഓക്കെ, ദാറ്റ്സ് ബെറ്റർ. നല്ലത് അതാണ്. നിർമ്മല എക്സ്പ്രസ് ഈസ് ബെറ്റർ ദാൻ എവറിത്തിങ്. സോ I shall go by that train. ആ ട്രെയിനായിട്ടാണ് ഞാൻ പോകുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ദാറ്റ്സ് ബെറ്റർ. ഐ ഷാൽ ഗോ ബൈ ദാറ്റ് ട്രെയിൻ. ആ ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. ദെൻ ക്ലർക്ക് സേസ്, ക്ലർക്ക് പറയാണ്, മോസ്റ്റ് പ്രോബബ്ലി the Buckingham Express can overtake your train from or at Parapanangadi. At Parapanangadi. സോ അവിടെ വെച്ചിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യും. ഏത് നമ്മുടെ ഈ ബക്കിംഗ്ഹാം എക്സ്പ്രസ് നിങ്ങൾ കയറിയിരിക്കുന്ന വണ്ടീനെ ഓവർടേക്ക് ചെയ്യും. ദെൻ രഞ്ജിനി സേസ്, ഓ, യു ആർ കൺഫ്യൂസിങ് മീ മാഡം, യു ആർ കൺഫ്യൂസിങ് മീ മാഡം. നിങ്ങൾ തന്നെ കൺഫ്യൂഷനാക്കാണ്. ഏത് ട്രെയിനിൽ പോകണമെന്നുള്ളത് നമുക്ക് ഒരു വ്യക്തമായതാണ്. ബക്കിംഗ്ഹാം എക്സ്പ്രസ്, അപ്പം വാട്ട് ഓർ മേ ബി.
Nirmala Express പോകണം. Nirmala Express will come first, and afterwards Buckingham Express will. Then Buckingham Express will overtake this our train near at Parapalangal. So you are confusing me, madam. അപ്പോൾ രഞ്ജിനി പറയാണ്, യെസ് എനിക്ക് ആകെ കൺഫ്യൂഷൻ, ഞാൻ എന്താണ് ഏത് ട്രെയിനിൽ പോകണം എന്നപ്പോൾ the clerk with smile but both are late. രണ്ടും ലേറ്റാണ്. ഏത് എക്സ്പ്രസ് പോയാൽ ബക്കിംഗ്ഹാം എക്സ്പ്രസ്സിലും നിർമ്മല എക്സ്പ്രസ്സിലും പോയപ്പോൾ രണ്ടും ലേറ്റാണ്. ദെൻ രഞ്ജിനി, oh, that worries me. അതെന്നെ വല്ലാതെ കൺഫ്യൂഷൻ ആക്കുന്നു. കൺഫ്യൂഷൻ അല്ല, എന്നെ വല്ലാതെ കുഴക്കുന്നു, എന്നെ ബുദ്ധിമുട്ടാക്കുന്നു മാഡം. that worries me. Then clerk suggest ചെയ്യണം. യെസ് മാം, it is better to wait for a train and aboard on the first train, or the train which comes first, ആദ്യം വരുന്ന ട്രെയിനിലേക്ക് നമുക്ക് കയറി പറ്റാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദെൻ രഞ്ജിനി അഗ്രീസ്. അവസാനം ക്ലർക്കിൻ്റെ നിർദ്ദേശങ്ങളോട് രഞ്ജിനി യോജിക്കുകയാണ്. രഞ്ജിനി, യെസ് ഷുവർ മാം, give me a ticket immediately. പെട്ടെന്ന് തന്നെ ഒരു ടിക്കറ്റ് എനിക്ക് തരൂ എന്നാണ് രഞ്ജിനി ക്ലർക്കിനോട് പറഞ്ഞിരിക്കുന്നത്. യെസ്, ദാറ്റ്സ് എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ. നെക്സ്റ്റ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ, സി സിന്ധു റീച്ചസ് ദ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ സ്വാഭാവികമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ആളുകളാണ്. അപ്പം സിന്ധു റീച്ചസ് ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് എക്സ്ക്യൂസ് മീ മാഡം, എക്സ്ക്യൂസ് മീ സർ, I would like to book the tickets to Coimbatore. ഞാൻ കോയമ്പത്തൂരേക്ക് കുറച്ച് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റ്സ് ടു then clerk, which class you select? ഏത് ക്ലാസ്സിലേക്കാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? which class you select? then Sindhu, first class AC, ഫസ്റ്റ് ക്ലാസ് AC ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ദെൻ ഓക്കെ, അത് ഫസ്റ്റ് ക്ലാസ് AC ആണ് അവർ ഉദ്ദേശിക്കുന്നത്. then clerk says date, time. Sindhu, next Monday evening time. So then clerk collect the form and write on it. അതിൽ പേരെഴുതൂ, അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി. എക്സ്ക്യൂസ് മീ സർ, ഐ വുഡ് ലൈക്ക് ടു ബുക്ക് ദ ടിക്കറ്റ്സ് ടു കോയമ്പത്തൂർ. എനിക്ക് കോയമ്പത്തൂരേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ സിന്ധു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ക്ലർക്കിനോട് പറയാണ്. സോ അപ്പോൾ ക്ലർക്ക്, വിച്ച് ക്ലാസ് യു സെലക്ട്? ഏത് ക്ലാസ്സാണ് നീ സെലക്ട് ചെയ്യുന്നത്? സോ ദെൻ സിന്ധു, ഫസ്റ്റ് ക്ലാസ് AC. എനിക്ക് വേണ്ടത് ഫസ്റ്റ് ക്ലാസ് AC. അപ്പോൾ ക്ലർക്ക്, ഡേറ്റ്, ടൈം ആൻഡ് ദ ട്രെയിൻ, എവറിഥിങ്. സിന്ധു, നെക്സ്റ്റ് മൺഡേ ഈവനിങ് ടൈം. സോ ക്ലർക്ക്, collect the form from me. അവരുടെ അടുത്ത് നിന്ന് ഫോം കളക്ട് ചെയ്യൂ ആൻഡ് റൈറ്റ് ഓൺ ഇറ്റ്. ദെൻ സിന്ധു, ഷുവർ മാഡം, sure sir, it is nice
and she writes on this particular form which was given by our clerk, and she gives it back. Then clerk അവരുടെ അടുത്ത് നിന്ന് ഇതൊക്കെ വാങ്ങിയിട്ട് ഫോം വാങ്ങി അവസാനം നോക്കിയിട്ട് എഴുതി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ക്ലർക്ക് പറയാം, ഓ യു ആർ സോ ലേറ്റ്, our reservation facility is closed. അത് ക്ലോസ് ചെയ്തല്ലോ. അപ്പം then tomorrow we will. tomorrow we shall എന്ന് അവർ പറഞ്ഞു നിർത്തുന്നു. സിന്ധു then Sindhu says, സിന്ധു പറയാണ്, അലാസ് 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 എന്ന് പറഞ്ഞാൽ കഷ്ടം എന്ന് നമ്മൾ പറയുന്നതാണ്. I have to come tomorrow. I shall come tomorrow. I shall come tomorrow. എനിക്ക് നാളെ വരേണ്ടി വരും. അതാണ് കാര്യങ്ങൾ പറഞ്ഞത്. യെസ്. സോ Sindhu again approaches the manager. Manager, sir, kindly adjust ticket reservation. Today itself you may give the reservation ticket എന്നാണ് സിന്ധു പറഞ്ഞത്. അപ്പോൾ then okay, manager says, so manager, she approaches the manager. Manager അടുത്ത് പോയി, manager, we can't do anything. We can't do anything. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, it is computerized ആണ്. അതുകൊണ്ട് it works all over South India. All over India or all over South India. ഇത് സൗത്ത് ഇന്ത്യയിൽ മുഴുവനായിട്ട് നമ്മളുള്ള ഒരു റിസർവേഷനാണ്, ടിക്കറ്റൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നടക്കില്ല എന്നാണ് മാനേജർ സിന്ധുവിനോട് പറഞ്ഞത്. Sindhu says, it's very urgent, sir. Tomorrow some programs are fixed. ചില പ്രോഗ്രാംസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. It can be changed. അത് മാറ്റാനാവില്ല. Then manager says, please understand me. It is very serious one. അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. നിങ്ങൾ പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ അന്ന് നടക്കില്ല. അതായത് പിന്നെ ടിക്കറ്റ് റിസർവേഷൻ പിന്നെ നടക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഇറ്റ് ഇസ് വെരി അർജൻറ്റ്. സോ ടുമോറോ സം പ്രോഗ്രാംസ് ആർ ദർ, സോ ഐ കാൻ ബി സോ ഇറ്റ് ക്യാൻ ബി റീച്ച്ഡ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ, ഇറ്റ് ഈസ് വെരി സീരിയസ് വൺ. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണെന്ന് മാനേജർ പറഞ്ഞു. സിന്ധു, ഇറ്റ്സ് ഓക്കെ സർ, ഇറ്റ്സ് ഓക്കെ സർ, ഐ ഷall come tomorrow morning. Then manager says, you may come at 8 AM exactly. കൃത്യമായിട്ട് 8 മണിക്ക് തന്നെ വരണം. Then Sindhu says, sure, I shall come. I shall reach here.
ബിഫോർ 8 o'clock. 8 മണിന് മുമ്പ് തന്നെ വരാമെന്നുള്ളതാണ്. ബിഫോർ ഐ ഷാൽ റീച്ച് ഹിയർ ബിഫോർ 8 o'clock. അതായത് 8 മണിന് മുമ്പ് ഞാൻ വരാം എന്ന് തന്നെയാണ് സിന്ധു പറഞ്ഞിരിക്കുന്നത്. ദെൻ മാനേജർ സേസ് ഇറ്റ്സ് ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞ് സിന്ധു തിരിച്ചു പോവുകയാണെന്ന്. അപ്പോൾ തിരിച്ചു പോകുന്ന സിന്ധു അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് തൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടാം, നെയ്ബറിനെ പരിചയപ്പെടല്ല, നെയ്ബറിനെ കണ്ടുമുട്ടാണ്. ദെൻ സിന്ധു ആസ്, ഹായ് മഞ്ജു, why did you come here? നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത് എന്നാണ് ചോദ്യം. ഇപ്പോൾ എന്തിനാണ് വന്നത്? അപ്പോൾ then മഞ്ജു says, I had to book or I had to reserve a ticket to Pudukkotai. Oh, Sindhu, have you booked it or have you reserved it? Have you reserved it? Then Manju says, yes, I have reserved it. I have reserved 1 hour ago. ഒരു മണിക്കൂർ മുമ്പ് ഞാനത് ചെയ്തു. Then Sindhu says, but I couldn't. I lost it. So Manju, why did you come here? എന്നാണ് സിന്ധു അവിടെ പോകുമ്പോൾ നടന്നു പോകുന്ന ദിവസത്ത് മഞ്ജുവിനെ കാണാൻ. Why did you come here? Then Manju says, I had to reserve the ticket for Pudukkotai. Then have you reserved it? Yes, I have reserved it 1 hour ago. Then Sindhu, but I couldn't. I lost it. So, then Manju says, oh, alas, you may come tomorrow also. Tomorrow morning. You may come tomorrow morning. Tomorrow morning. You will get the opportunity to reserve the ticket. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റീസ് കിട്ടും. നിങ്ങൾ നാളെ രാവിലെ വന്നോളൂ എന്നാണ് പിന്നെ മഞ്ജു സിന്ധുവിനോട് പറയുന്നത്. ഒരു ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയാണ്.